ബാച്ചിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞ് വന്നാ സെറ്റാക്കണം. പഠിച്ചു തുടങ്ങിയോ? അടിപൊളിയാക്കണം. ഞാൻ മെറ്റീരിയലൊക്കെ ഇങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ള പറയാൻ വേണ്ടി വന്നാ. എല്ലാ ബാച്ചിലും കയറി പോവാണ്. ഇത്തവണ ഹൈബ്രിഡിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളതെന്ന്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പം പെരുന്നാളിൻ്റെ അവധിയുണ്ട്, പോകണമെന്ന് ഞാൻ പറയില്ല. അർജന്റായിട്ട് പോകേണ്ടവർ എന്ത് ചെയ്യുക, പോവുക. അല്ലാത്തൊരു ഹോസ്റ്റലിൽ തന്നെ നിൽക്കുക. രണ്ടാമത്തെ ഒരു പ്രധാന കാരണം, ഒരു പോയിന്റ് നമ്പർ 1, നിങ്ങൾ അത് കഴിഞ്ഞ് വന്നാൽ നമ്മൾ ആക്ച്വൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിൽ നിന്ന് തുടങ്ങുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, സം ബേസിക് കോൺസെപ്റ്റ്സ്, ലിവിംഗ് വേൾഡ്, ബയോളജി ക്ലാസിഫിക്കേഷൻ. ഇതിന്റെയൊക്കെ 4 DPPയും കിട്ടിയോ? അപ്പൊ അതിലേക്ക് മാറ്റങ്ങളാണ് വേഗം പറഞ്ഞു തീർക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാറ്റം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത്തവണ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. ഏർലി മോർണിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഇയർ നമ്മൾ 9:30, 9 o'clock 2 ബാച്ചൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാര്യം നിങ്ങൾ ഇവിടെ വരുന്ന ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയാകുമ്പോൾ നിങ്ങളുടെ ക്ലാസ് എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചു, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തിയറിയൊക്കെ പഠിച്ചു. ഓഫ്ലൈനിൽ രാവിലെ നേരത്തെ എത്തും. ടീച്ചേഴ്സ് വന്ന് തിയറി നന്നായി ഒന്നും കൂടെ പഠിപ്പിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് ജെഇമെയിന്റെ ഫുള്ള് പ്രീവിയസ് ഇയറും ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കൊരു 1 hour ഡൗട്ട് ക്ലിയറൻസ് കിട്ടും. ഇതും കഴിഞ്ഞിട്ടേ ഡെയിലി എക്സാം വരുള്ളൂ. മനസ്സിലായോ? ഡെയിലി എക്സാം ആക്ച്വൽ നീറ്റ് എപ്പോഴാണോ നടക്കുന്ന അതേ ടൈമിൽ തന്നെയായിരിക്കും വരിക. കാര്യം പലർക്കും രാവിലെ എക്സാം എഴുതിയാൽ പറ്റില്ല. ഇനി ഉച്ചകഴിഞ്ഞ് എക്സാം എഴുതുമ്പോഴത്തേക്ക് ഉറക്കം വരുന്നതുകൊണ്ട് അതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. ഉച്ചകഴിഞ്ഞ് ഇനി മുതൽ കറക്റ്റ് നീറ്റ് പാറ്റേണിൽ തന്നെ ഒരു എക്സാം മൂഡ് തരാൻ വേണ്ടി പോയി ഞങ്ങൾ. റെഡിയല്ലേ? ഉച്ച കഴിഞ്ഞുള്ള നിങ്ങളുടെ അക്യുറസിയൊക്കെ ഏറ്റവും മാക്സിമം ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു പോയിന്റ് നിങ്ങൾക്ക് വരുന്ന ചേഞ്ച്. അതും കഴിഞ്ഞ് നിങ്ങളെ ഇവിടെ ഇരുത്തി അന്ന് നിങ്ങൾ ആരെങ്കിലും ഇനി DPP എങ്ങാനും ചെയ്യാതെ വന്നോ, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരുത്തി DPPയും ചെയ്ത് തീർത്തിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് എഴുതിയെന്ന് ചെക്ക് ചെയ്ത് മാത്രമേ നിങ്ങളെ പുറത്തു വിടുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? പെട്ടു. നല്ലതാണ്. കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് ആണ് എൻട്രൻസിന് ഏറ്റവും ആവശ്യം. അത് നിങ്ങൾ ഒരിക്കലും സിസ്റ്റമാറ്റിക് അല്ല. ജെൻസീസ് പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ല, സിസ്റ്റവും ഇല്ല, ഒന്നുമില്ല. അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പോസിബിൾ ആവും. അത് ആദ്യത്തെ ദിവസങ്ങളിൽ നന്നായി ഞങ്ങൾ എന്ത് ചെയ്യും, അത് ഫോക്കസ് ചെയ്യും. ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ, നമുക്ക് 80 പാഠമുണ്ട്. പക്ഷെ ആദ്യത്തെ ഒരു 10 പാഠം നിങ്ങൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഫുൾ എനർജിയിൽ ഫ്രം ദി ഹാർട്ട് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 70 പാഠം എളുപ്പമായിരിക്കും. ആദ്യത്തെ 10 പാഠം പാട്, ബാക്കി 70 എന്നാൽ എളുപ്പമായിരിക്കും. പക്ഷെ ആദ്യത്തെ 10 ഉഴപ്പിയാൽ 70 എന്ത് ചെയ്യും, കയ്യിൽ നിന്ന് പോകും. 10 പാഠം ഫുൾ എനർജിയിൽ പഠിച്ച് ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം വരെയുള്ള എല്ലാ കാര്യങ്ങളും തീർത്ത് ഡെയിലി എക്സാം നന്നായി പെർഫോം ചെയ്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ കോമ്പീറ്റ് ചെയ്ത് 10 പാഠം സെറ്റ് ആയാലുണ്ടല്ലോ, ബാക്കിയെല്ലാം തന്നെ വന്നോളൂ. ഞാൻ പറയുന്നത് മനസ്സിലായോ? ബാക്കി നിങ്ങൾ ഇതേ എനർജിയിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ ശ്രമം മതി. ശ്രമം ഞങ്ങളുടെ കൂടെ ആകുമ്പോഴത്തേക്കും അത് സെറ്റ് ആയിക്കോളും. അങ്ങനെ കയറി വരണം. റെഡിയാണോ? അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ അങ്ങനെയായിരിക്കും ഒരു ഡേയെ പ്ലാൻ ചെയ്യുന്ന. ഓൺലൈൻ, ഓഫ്ലൈൻ, കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞാണ് ആ ടോപ്പിക്കിന്റെ എക്സാം വരുന്നത് അന്നത്തെ ദിവസം. അപ്പൊ എല്ലാ ദിവസവും എക്സാം ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. അതിന്റെ ആവറേജ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക. ഇത്തവണ നമ്മൾ ഹോസ്റ്റൽ ഫിക്സഡ് അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലേ. അത് നമ്മൾ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഷഫിൾ ചെയ്യുന്ന എന്തിനാണ്? മാർക്ക് കുറഞ്ഞ ആളുകളെ കൂടുതൽ ടൈം ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. മാർക്ക് കുറവുള്ള ആളുകളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഓൺലൈൻ ഡേയിൽ കൂടുതൽ ആളുകളെ അവിടെ അയച്ച് അവരുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പറയുന്നത് മനസ്സിലായോ? അവിടെ ആക്റ്റീവ് ലേണിംഗ്, അവരെ കൂടുതൽ ആക്റ്റീവ് ലേണിംഗ് വേണം. നമുക്ക് സ്വയം പഠിത്തം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തവണ. റെഡിയല്ലേ? രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഇത്തവണ നിങ്ങൾക്ക് DPP കൂടാണ്ട് മെറ്റീരിയലിലെ ചേഞ്ചസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലെ ഫസ്റ്റ് പ്രിന്റിങ്ങിനെ വന്നു NCERT ക്രാക്കർ. റെഡിയാണോ? ഇത് ഫിസിക്സിന്റെ ചാപ്റ്റർ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യും, മാഗസിൻ പോലെ നമ്മൾ എന്ത് ചെയ്യും, NCERT ക്രാക്കർ തരും. NCERTയുടെ ആവശ്യമില്ല, NCERT തൊടണ്ട. കാര്യം NCERT ഇതിലുണ്ട്. NCERTയുടെ ഓരോ പേജും ഇവിടെ ഉണ്ടാവും. മനസ്സിലായോ? ഈ സൈഡിൽ പേജ് ഉണ്ടാകും, ഈ സൈഡിൽ അതിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഓരോ പേജിൽ ഒരു ചോദ്യം കാണുമ്പോൾ ഇത് വരുമോ ഇല്ലയോ എന്ന് സംശയമൊന്നും വേണ്ട. അതിന്റെ ചോദ്യം എങ്ങനെ എൻട്രൻസിന് വരുമെന്ന് ഇപ്പുറത്തുണ്ടാവും, തൊട്ടടുത്ത പേജിൽ ഉണ്ടാവും.
മനസ്സിലായോ? ഈ പേജിൽ സോറി എക്സസൈസ് അല്ല, ഒന്ന് പുറകോട്ട് പോവാണ്. ഈ പേജിൽ നിന്ന് എന്ത് ചോദ്യം വരും ഇവിടെ കാണും. മനസ്സിലായോ? ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വിത്ത് അതിന്റെ കൃത്യമായ വീഡിയോ ഡിസ്കഷൻ എല്ലാ ചാപ്റ്ററിന്റെയും അവസാനം ഒരു സിംഗിൾ വീഡിയോ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? റെഡിയല്ലേ? ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേണ്ട മിനിമം സൊല്യൂഷൻ ഇവിടെ ഉണ്ടാവും. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ വേണമെങ്കിൽ അതും ആപ്പിൽ ഓരോ ചാപ്റ്ററിന്റെ അവസാനം പുതിയ വീഡിയോ വന്നു തുടങ്ങിയില്ലേ, ആ പുതിയ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോ ആയിട്ട് എന്തുണ്ടാകും? NCERT ക്രാക്കർ എന്ന് പറഞ്ഞ് ഈ സാധനങ്ങൾ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? ഇനി ഒരു NCERTയുടെ വേറൊരു പ്രശ്നമാണ്, എല്ലാ ചാപ്റ്ററും എൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10-25ഓളം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? അത് ആക്ച്വലി ഒരു എൻട്രൻസ് പാറ്റേൺ അല്ല, അത് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ആണ്. അപ്പൊ അതിന് എൻട്രൻസ് പാറ്റേൺ ആക്കാൻ വേണ്ടി ആ വരുന്ന ചോദ്യങ്ങൾ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞ ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഈ പാഠത്തിൽ നിന്ന് വരുന്ന 25ഓളം ക്വസ്റ്റ്യൻസ് എക്സസൈസിലുണ്ട്. ആ 25 ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? MCQ ആക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 25 എക്സസൈസും എങ്ങനെ എൻട്രൻസിന് വരാവോ ആ പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത്തവണ റിലേറ്റീവ് വെലോസിറ്റി വന്ന 2 ടൗണിന്റെ പ്രോബ്ലം നീറ്റിന് വന്ന ചോദ്യം എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ട്, അതിന് ഷോർട്ട് കട്ട് വരെ ഉണ്ട്. അത് ആക്ച്വലി NCERTയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കിടന്ന പ്രോബ്ലം ആണ്, ഡയറക്ട്ലി ചോദിക്കുന്നതാണ് എക്സസൈസിൽ നിന്ന്. എക്സസൈസിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോബ്ലം. അപ്പൊ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? MCQ ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? NCERT ക്രാക്കർ 1 സെറ്റ് ആക്കിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്ത DPPയിൽ കംപ്ലീറ്റ് മാറ്റങ്ങൾ എന്ത് ചെയ്യും? DPP കിട്ടിയില്ലേ? DPP നിങ്ങൾ തുറക്കണം. ഇപ്പോഴേ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ മക്കളെ, ഇനി വരും ക്ലാസ് 9th സ്റ്റാർട്ട് ചെയ്യാനൊന്നും നോക്കി നിൽക്കരുത്. ഇപ്പോഴേ വീഡിയോ 2-3 തവണ കാണണം. മനസ്സിലായോ? അത് എഴുതി ആൻസർ ഒക്കെ എഴുതി ഇപ്പോഴേ തുടങ്ങണം, ഇപ്പോഴേ ഫില്ല് ചെയ്യണം. കാര്യം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്ന പോയിന്റ്, ആദ്യത്തെ എങ്ങനെ നിങ്ങൾ മൊമെന്റം ഉണ്ടാക്കുന്നു അതായിരിക്കും പിന്നെയുള്ള കാര്യം. ആദ്യം പാളിയ മൊത്തം പാളും, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഫസ്റ്റ് നിങ്ങൾക്ക് കിടിലമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു കോൺഫിഡൻസ് കിട്ടിയ, ഇതെല്ലാം പെർസെപ്ഷനാ. എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ള തോന്നലാണ് ഇത് വരിക. പറ്റില്ല എന്നുള്ള നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാത്തിനും പതുക്കെ ഡൗൺ ആവും. പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്ര എഫേർട്ട് ആദ്യത്തെ ദിവസങ്ങൾ എടുക്കണം. അപ്പൊ ഫസ്റ്റ് ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് വീഡിയോ ആണ്. പറഞ്ഞ മനസ്സിലായോ? 1-2 തവണ കണ്ടോ കുഴപ്പമില്ല. എന്നിട്ട് ക്ലാരിറ്റിയിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇങ്ങ് വരിക. റെഡി? അപ്പൊ അതായിരിക്കണം നിങ്ങളുടെ എന്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും ആ ഒരു സ്ട്രക്ചറിൽ തന്നെ അത്ര കണ്ടന്റേ ഉള്ളൂ, കൃത്യമായി പ്ലാൻഡാ. എന്തുകൊണ്ടാണ് സൈലത്തിന് ഇത്രയും 6 മാസം കൊണ്ട് സിലബസ് തീർക്കാൻ പറ്റുന്നത്? ഇങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കണ്ട. സാധാ ക്ലാസ്സിൽ എന്തായിരിക്കും? ഒരു അധ്യാപകൻ വന്നാൽ ആളിഷ്ടമുള്ള പോലെ തിയറി പഠിപ്പിക്കും. ആളെല്ലാം പഠിപ്പിക്കണമെന്നില്ല, കണ്ടന്റ് എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചെയ്യുക. അവസാനം ഒരു 25 ചോദ്യം അവിടുന്ന് കൊടുക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കൊടുക്കുന്ന സാധനം മാത്രം ചെയ്തിട്ട് പോയാൽ മതി, ചാപ്റ്റർ കഴിഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓരോ ദിവസവും എന്ത് തീരണം? ആ ഓരോ ദിവസവും തീരുന്നതിൽ എത്ര ചോദ്യങ്ങൾ ചെയ്യണം? ആ എല്ലാ ചോദ്യങ്ങളും JEE പ്രീവിയസ് ഇയർ ആയിരിക്കണം. അത്രയും ലെവൽ അഡ്വാൻസ് പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്യിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എൻറ്റയർ കണ്ടന്റ് എന്തായിരിക്കും? ആ ലെവലിൽ യൂണിഫൈഡ് ആയിരിക്കും. അത് പഠിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. പറയുന്ന മനസ്സിലായോ? യെസ് ഓർ നോ? ഓക്കെ. അപ്പം അത് കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകുക. അപ്പൊ DPP എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത്, ഇപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 5 ദിവസമാണുണ്ടെങ്കിൽ 5 ദിവസം വീഡിയോ കണ്ട് 2 തവണ എന്ത് ചെയ്യണം? DPP ഫില്ല് ചെയ്ത് വെച്ചേക്കണം. ചെയ്യില്ലേ? 5 ദിവസത്തെ വീഡിയോ ഈ അവധി ദിവസങ്ങളിൽ ഇരുന്ന് കണ്ട് ഫില്ല് ചെയ്തിട്ട് വരണം. 5 ദിവസത്തെ ആ നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ട്രാക്ക് ഔട്ട് ആവില്ല. 5 ദിവസത്തെയും കാണണം, കണ്ട് എഴുതി ഫില്ല് ചെയ്തിട്ട് വരിക. റെഡി? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? വരാവുള്ളൂ. 5 ദിവസവും ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? ഓരോ ചോദ്യങ്ങളും കണ്ട് മനസ്സിലാക്കി എഴുതി വീണ്ടും റിപ്പീറ്റ് കണ്ട് എഴുതി വെക്കുക. ആ തീരെ ഒന്നും കൂടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ എപ്പോഴും പറയും, ഒരു ലൈബ്രറി വർക്ക് ചെയ്തിട്ട് കോളേജിലൊക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതാണ് എന്നെ ഈ ഐഡിയയിലേക്ക് എത്തിച്ചത്. നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ പറയുന്ന കാര്യം എനിക്കും അറിയാവുന്ന കാര്യമാണ്. ആ പറയുന്ന സാറിനേക്കാൾ വേഗത്തിൽ ആ ചോദ്യം ചെയ്യാനുള്ള ആവേശം എനിക്കുണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? ഒന്നുമില്ലാണ്ട് ക്ലാസ്സിൽ വന്നിരുന്ന കുറച്ച് കഴിയുമ്പം ഇപ്പോഴത്തെ ജെൻസീസിന്റെ പ്രധാന പ്രശ്നം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒന്നും അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആവണമെങ്കിൽ നമ്മളത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവണം, നമ്മളത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതാണ് ഈ ഒരു മോഡലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ പറയുന്ന ക്ലിയർ ആണോ? യെസ് ഓർ നോ? ആ കോൺഫിഡൻസ് വേണം. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഇനി വരുന്ന ദിവസങ്ങൾ മുമ്പ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ 5 ദിവസം കണ്ടു തീർത്തേക്കാം.
ബേസിക് കോൺസെപ്റ്റ്സ് മൊത്തം കാണുക, ലിവിംഗ് വേൾഡ് ഫുള്ള് കാണുക, ബയോളജി ക്ലാസിഫിക്കേഷൻ മൊത്തം കാണുക, ടൈം എടുത്ത് കണ്ടു തീർക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഏർലി സ്റ്റാർട്ട് ചെയ്തതിന് അഡ്വാൻറ്റേജും കിട്ടും, ഏർലി സ്റ്റാർട്ട് ചെയ്തതിന് കോൺഫിഡൻസ് കിട്ടും. അപ്പം യൂണിറ്റ് മെഷർമെന്റ് 10 ദിവസം കൊണ്ടാണ് തീരുന്നത്. പക്ഷെ നിങ്ങൾ അത് എന്ത് ചെയ്തു? ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 10 ദിവസം നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടി. മനസ്സിലായോ ഞാൻ പറയുന്നത്? ആ 10 ദിവസം അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടി 10 ദിവസം. അപ്പൊ 10 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ കൂളായിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അപ്പൊ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. ഇത് ഇത്ര സിമ്പിൾ ആണോ എന്നുള്ള കാര്യം. നിങ്ങളെടുത്തൊരു എഫേർട്ട്, നിങ്ങൾ ആ പ്രോസസ്സ് സിമ്പിൾ ആക്കി മാറ്റിയതാ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ചെയ്യണം. വീഡിയോ ഓൾറെഡി വന്നു, പുതിയ വീഡിയോസ്, കംപ്ലീറ്റ് വീഡിയോസ്. നീ NCERT ക്രാക്കറും കൂടെ വന്നാൽ മതി. അത് ഇന്നോ നാളെയായിട്ട് എന്ത് ചെയ്യും? അപ്ലോഡ് ആവും. അതോടുകൂടി കംപ്ലീറ്റ് ആവും, പെർഫെക്റ്റ് ആയി. റെഡിയാണോ? റെഡിയാണോ? അപ്പൊ തകർക്ക. ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ക്ലിയർ ആണ്. പിന്നെ ഓഫ്ലൈൻകാർക്ക് ഇത് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം വേറെ, ഓൺലൈൻകാർ ഇത് ചോദിക്കും. കൊടുക്കാൻ പറ്റാത്ത കാര്യം, നമ്മളിത് ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. അടുത്തൊരു 6 months പ്രോസസ്സാണ് ഇത് ബിൽഡ് ചെയ്ത് തീർക്കാന്ന് പറയുന്നത്. കാര്യം നീറ്റ് പരീക്ഷ ഒരു പാറ്റേൺ മാറി എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി പോയി നമുക്കിത് മൊത്തം 80 പാഠം മാറ്റാൻ പറ്റുമോ? ഓരോ പാഠത്തിലും ഓരോ സ്ഥലത്തും ചേഞ്ചസ് വരുത്തി 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 പെർഫെക്റ്റ് ആയി ഫൈൻ ട്യൂൺ ചെയ്ത് 4 തവണയെങ്കിലും പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് അവരത് എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്താൽ മാത്രമേ പ്രിന്റ് പോകുള്ളൂ. അത്രയും വലിയൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരിപ്പോൾ ചെയ്തിട്ടുള്ള 6 പാഠമായിരിക്കും തീർന്നുള്ളൂ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അടുത്ത 2 മാസം. പിന്നെയുള്ള മാസങ്ങളിൽ എന്ത് ചെയ്യണം? ഇപ്പൊ അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഓൺലൈൻകാർക്ക് ബൾക്കായിട്ട് ഒരു ബുക്കായിട്ട് അവർ ചോദിക്കും, ബുക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നു. പറ്റില്ല, കാര്യം അതാവുന്നേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് ഇത് അവൈലബിൾ ഓഫ്ലൈൻ മാത്രം തരാൻ പറ്റുന്നതിന്റെ കാരണം അതാണ്, ഡെഫിനറ്റ്ലി. പിന്നെ PDF കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ PDF പുറത്ത് കൊടുക്കാറില്ല സാധാരണ. കൊടുത്താൽ നാളെ തൊട്ട് എന്ത് ചെയ്യും? പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇതിൽ ലോഗോ ഒക്കെ മാറ്റിയിട്ട് ഇറങ്ങും ഇത് പുറത്ത്. മനസ്സിലായോ? ഞങ്ങൾ എന്ത് ചെയ്യുന്നു അത് പിറ്റേ ദിവസം കോപ്പി അടിക്കാതിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇതും കൂടെ കൊടുത്താൽ പിന്നെ പണി എളുപ്പമായല്ലോ. അതുകൊണ്ടാണ് PDF ചോദിച്ചാൽ പോലും പുറത്തു കൊടുക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്ക് ആക്ച്വലി ഇത് ഞങ്ങളുടെയും കൂടെ എന്താണ്, ഞങ്ങളത് ഒരു സൈഡിൽ നിന്നുള്ള ആസ് എ പ്രിക്കോഷൻ ചെയ്യുന്ന കാര്യമാണ്. കാര്യം നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ്, നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നില്ല. അതിൻ്റെതായ പ്രയോറിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കുരങ്ങന്റെ കയ്യിൽ എന്താവരുത്? ആവരുത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ DPP നിങ്ങൾക്ക് 15 തവണ വായിക്കാൻ പറ്റും. കൂടെ ഈ NCERT ക്രാക്കറും കൂടെ ആ ചാപ്റ്ററിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, NCERT ക്രാക്കർ ഞാൻ നോക്കിയപ്പോൾ ഈ പാഠത്തിന് 75 ചോദ്യമുണ്ട്. ഈ പാഠത്തിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 150ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 150+, രണ്ടും കൂടി 250 ചോദ്യമായി. ഈ 250 ചോദ്യം വെച്ചിട്ട് നിങ്ങൾ നോക്കുക, ഇത് ചെറിയ പാടാ. വലിയ പാഠമാകുമ്പോൾ 300ഓളം ക്വസ്റ്റ്യൻ വരും. ഒരു ആവറേജ് 80 പാഠത്തിൽ നിന്ന് ഒരു 20,000 ചോദ്യം വരും. മനസ്സിലായോ? ഈ 20,000 ക്വസ്റ്റ്യനിൽ നിന്ന് 180 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരുപാട് ബുക്ക് പഠിക്കുകയല്ല കാര്യം, പഠിച്ചത് റിവൈസ് ചെയ്യുക കാര്യം. ആ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. ഇതുപോലെ 15 തവണയെങ്കിലും മിനിമം വായിക്കണം. ആ വായന ഇപ്പോഴേ തുടങ്ങുക. ഫസ്റ്റ് ടൈം വായിച്ചു, 1, 2, 3 കൗണ്ട് ചെയ്യുക. ഒരു പേപ്പറിൽ എല്ലാ ചാപ്റ്ററിന്റെ പേര് എഴുതുക. DPP ഓരോ തവണയും വായിക്കുമ്പോൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് എണ്ണി നോക്കുക 15 ആയോ. ഇല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? അതൊരു കൗണ്ട് വെച്ചോണ്ട് എണ്ണുക. 15 ഞാൻ പറയുന്നു, അതിൽ 5 എണ്ണമെങ്കിലും അഞ്ചെങ്കിലും എന്ത് ചെയ്യണം? മിനിമം എത്തിയിരിക്കണം. 5 to 15 വരെയെങ്കിലും എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് കവർ ചെയ്താൽ ഇതിനപ്പുറം ഒന്നും വേണ്ട. ഞാൻ പറയുന്നത് റെഡിയാണോ? യെസ് ഓർ നോ? അപ്പൊ തകർക്കാണ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടു തുടങ്ങാൻ പോവാ അല്ലേ? നമ്മുടെ ടൈം ടേബിൾ ഒക്കെ വരുന്നതിന് മുമ്പേ വീഡിയോ തീർക്കൂലേ? ഞാനിത് പറഞ്ഞാലും എത്ര പേര് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചെയ്യുന്നവരായിരിക്കും എന്ത് റിസൾട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ തവണ ഹാർഡ് വർക്ക് ചെയ്ത എല്ലാവരും MBBS ആണ് ഇവിടെ സൈലത്തിൽ 100%. കഴിഞ്ഞ തവണ എന്താ വ്യത്യാസം? നീറ്റ് ഡിഫിക്കൽട്ട് ആയപ്പോൾ എത്രയാ? പണ്ട് 690 വാങ്ങിച്ചാലായിരുന്നു, 650 50+ വാങ്ങിച്ചാലായിരുന്നു MBBS കിട്ടുന്നതിന്. ഇത്തവണ 540 550 വാങ്ങിച്ചാൽ MBBS കിട്ടും. പക്ഷെ ആരാ 550 എത്തുന്നത്? കഴിഞ്ഞ തവണത്തെ വെച്ച് പൊട്ടൻഷ്യൽ 650 എത്താൻ പറ്റുന്നവനാ ഇത്തവണ 550 എത്തുക. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എല്ലാവരും ആ ലെവലിലേക്ക് എത്തും. അല്ലാതെ ഡിഫിക്കൽട്ട് ആകുമ്പോൾ ഞാൻ പുറത്തു പോകും എന്നുള്ളതല്ല. ഡിഫിക്കൽട്ടായ എല്ലാവരും താഴേക്ക് വരും. ആരാണ് ഏറ്റവും എഫേർട്ട് ഇട്ട് അവർ. ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ? ഡിഫിക്കൽട്ട് ആകുമ്പോൾ മേലുള്ള ചില സ്ഥലത്തുള്ള മാർക്ക് മാത്രം കൊടുക്കും. ഇല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെയായാലും ടോപ്പ് ലെയറിൽ വരുന്ന ആളുകളാണ് സക്സസ്ഫുൾ. ആ ലെയറിലേക്ക് എത്താനുള്ള എഫേർട്ടാണ് ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങൾ എടുത്തെത്തേണ്ടത്. പറയുന്ന മനസ്സിലായോ? അതിന് എഫേർട്ട് 100% ഇടുക. ഓൾ ദ ബെസ്റ്റ്. തകർക്കണം. വരും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ മാക്സിമം നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഇത്തവണ എന്ത് ചെയ്യുന്നത്? എഫേർട്ട് ഇടുന്നത്. ഓരോ കാര്യങ്ങളും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തും നിങ്ങളുടെ കൂടെ നിന്നും റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി അത്രയും തന്നെ. ഈ ഹോസ്റ്റൽ ഷഫിളൊക്കെ നിങ്ങൾ എന്താണ്, നിങ്ങൾ എഫേർട്ട് ഇടുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെ നിൽക്കാനൊക്കെ ആയിട്ട്. പക്ഷെ മാറിയാലും ഒരു വിഷയമില്ല, മാറുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എഫേർട്ട് ഇടുകയുള്ളൂ. ബിക്കോസ് ദർ ഷുഡ് ബി സംതിങ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അത് വേണം. ഇല്ലെങ്കിൽ നിങ്ങൾ അവസാനം എന്ത് ചെയ്യും? നീറ്റ് എക്സാമിൽ സോർട്ട് ചെയ്യപ്പെട്ട് പുറത്തു പോകും. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോഴേ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കയറി വരാൻ വേണ്ടി പറ്റും.
ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാം ഈസ് എ സോർട്ടിങ് അല്ലേ, സോർട്ട് ചെയ്ത് ലെയർ ചെയ്ത്. IIT അഡ്വാൻസിനെ കുറിച്ച് പറയും, ഇറ്റ്സ് നോട്ട് സെലക്ഷൻ എക്സാം, ഇറ്റ്സ് ആൻ എലിമിനേഷൻ എക്സാം. IIT അഡ്വാൻസ് എക്സാം തുടങ്ങി 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ 60% പേരും പുറത്തു പോകും. നീറ്റിലും അങ്ങനെ തന്നെയാ, എലിമിനേഷൻ ആണ്. കാര്യം എത്തൂല. 30 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോൾ അറിയാം ആരൊക്കെ എത്തും ആരൊക്കെ എത്തൂല എന്നുള്ള. 1 hour ഡിസൈഡ് ചെയ്യപ്പെടും ആരെത്തും ആരെത്തില്ല എന്ന്. ഇറ്റ്സ് ആൻ എലിമിനേഷൻ എക്സാം. അപ്പൊ ആ സോർട്ടിങ്ങിലേക്ക് നമ്മൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി നിങ്ങളെ കൂടുതൽ കെയർ ചെയ്ത് നിങ്ങളുടെ മാർക്ക് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പൊ ആ എഫേർട്ട് ആരും എടുക്കണം? റെഡിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എന്തുണ്ടേലും പറയണം, എന്തുണ്ടേലും നമ്മളത് മാറ്റും. എനിക്ക് പറ്റുന്ന ഏത് എക്സ്ട്രീം വരെയും ഞാൻ എന്ത് ചെയ്യും, അത് ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളും കൂടെ നിൽക്കുക, അടിപൊളിയാക്കുക, തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.